ടഫായിരുന്നു ഈ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റേഴ്സ് ലിൻഡോ ജോമോനും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലോട്ടിന്റെ ഒരു ഐഡിയ ആണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എൻഡ് എന്നാണ്. അതാണ് എന്നെ ബുക്ക് ചെയ്തൊരു പരിപാടി. പിന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് ബാക്കി പരിപാടികളെല്ലാം. പിന്നെ ഷെയ്ൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, പുള്ളി പുതിയതായിട്ട് സർവീസിലേക്ക് വരുന്ന രസമായി പുള്ളിയുടെ സർവീസിൽ ആദ്യത്തെ പോസ്റ്റിങ്, ആ ഐഡിയയും പിന്നെ നമ്മുടെ ഈ പ്ലോട്ടിന്റെ ആ ഒരു മെയിൻ നമ്മുടെ ഒരു പോയിന്റും വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം ഡെപ്തുള്ളതാണെന്നോ അത് പ്രേക്ഷകന് കണക്ട് ആകുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. അതായത് ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം എഫേർട്ട് ഉണ്ട്. ഒരു പോലീസായിട്ട് കാണണമെന്ന് വെച്ചാൽ അതിന്റെ ജസ്റ്റിസ് എടുക്കേണ്ട എഫേർട്ടുകൾ ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പോൾ ആളുകൾ എന്താ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് പോലീസുകാർ ചെയ്യുന്നത്, ഇങ്ങനെയല്ല അതിന്റെ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ കാണാനുള്ള. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയ സമയത്ത് എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? കഥാപാത്രത്തിന് വേണ്ട പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിലെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. കഥാപാത്രം ഒരു വന്ന ഉടനെ മറ്റേ ഭയങ്കര മാസ് കാണിക്കുന്ന അങ്ങനത്തെ ഒരു കക്ഷിയല്ല, ഒരു സാധാരണക്കാരനാണ്. ആ മീറ്റർ തന്നെയാണ്. അതായത് ചില കാര്യങ്ങൾ അറിയില്ല. നമ്മളൊരിപ്പോൾ ഒരു ജോലിയിൽ കയറുമ്പോൾ എല്ലാം പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അല്ല, നമ്മൾ ആ ജോലിയിൽ നിന്ന് നമുക്കൊരു തടക്കം വരും എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പം ആ ഒരു ഫ്രഷറായിട്ടാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ ആദ്യം തന്നെ വന്ന് എന്താ ഏതാന്ന് പറഞ്ഞാൽ മാസ് പോലീസ് അല്ല. അപ്പോൾ ക്യാരക്ടർ എന്താണോ അതാണ് ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം പണ്ടൊക്കെ പറഞ്ഞാൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഉള്ള കാര്യം സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ആവറേജ് ആണ്, കണ്ടിരിക്കാം എന്നൊരു അഭിപ്രായം പറയുന്നത്. ഇപ്പം ഒരാളുടെ അഭിപ്രായം 100 പേരുടെ അഭിപ്രായങ്ങളിൽ കടിച്ചമർത്തുന്ന പോലെ ഒരു സിസ്റ്റമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുമ്പോൾ താങ്കൾ പറഞ്ഞൊരു പണ്ട് കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ തകർക്കാൻ PR വർക്ക് ചെയ്താലും സാധിക്കും എന്നൊരു ഇത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബേസിക്കലി ഒരു സൈക്കോളജിയാണ്. ഒരു ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങളൊരു പോസ്റ്റിന്റെ താഴെ ഒരു 100 കമന്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അതാണ് ശരി. ഈ 100 കമന്റാണ് ഞാൻ ഈ പറഞ്ഞ PR. ഇത് ചെയ്യാനൊന്നും ആൾക്കാരുണ്ട്, ചെയ്യാൻ ഏജൻസീസ് ഉണ്ട്. അത് നെഗറ്റീവായിട്ട് ചെയ്യാം, പോസിറ്റീവായിട്ട് ചെയ്യാം. പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു പേഴ്സണൽ PR എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞ അത് പേഴ്സണലി ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയാം. എനിക്ക് അത് ഞാനത് പിടിച്ചിട്ടില്ല. കാര്യം അത് അത്ര നല്ലൊരു എത്തിക്കൽ പരിപാടിയായിട്ട് തോന്നില്ല. നമ്മൾ തന്നെ പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു നറേറ്റീവ് നമ്മളെ കുറിച്ച് എഴുതണം എന്ന് നമ്മൾ തീരുമാനിക്കണ പോലെയാണ്. അതിൽ ഓഡിയൻസിന് ഒരു സേ ഇല്ലാണ്ടാവുകയാണ്. ഇതിനെന്നാ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളത്. ഓഡിയൻസ് കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനമില്ല, അതാണ് അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ വേറൊരാളുടെ കൊടുത്ത നരേഷനിൽ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും അതൊരു എന്താ പറയാ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ 2 ആളുടെ അധ്വാനമല്ല. ഒരു സെറ്റ് 100 പേരിൽ 200 പേരുണ്ടോ, അവരുടെ അത്രയും പേർ അധ്വാനമാണ് ഒരു സിനിമ. അത് ഒരു 1-2 പേര് ചേർന്ന് ഇങ്ങനെ ഒരു PR വർക്ക് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അത്രയും ആളുടെ എഫേർട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അത് എതിർക്കാൻ പറ്റുമെന്നല്ലാതെ ഇപ്പൊ അത് നിർത്താനായിട്ട് ഓപ്ഷൻസ് ഇപ്പം ഇല്ല എന്നൊരു ഇതാണ്. സോഷ്യൽ മീഡിയ അത്ര വളർന്നുകൊണ്ട് ഇതിലാകെ നമ്മളത് എനിക്ക് തോന്നുന്നത് സാധാരണ ജനം പടം കാണട്ടെ എന്നുള്ള കാര്യം അവരുടെ നിന്നുള്ള റെസ്പോൺസാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനം പ്രചോദനം മുന്നോട്ടേക്ക് തന്നെ നയിക്കുന്നത് ഓഡിയൻസിന്റെ സ്നേഹം മാത്രമാണ്. എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓഡിയൻസ് മാത്രമാണ് എൻ്റെ ബലം. അവർ പടം കാണുമ്പോൾ അവർ തരുന്നൊരു റെസ്പോൺസ് ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതൊരു സ്നേഹമാണ് കിട്ടുന്നത്, ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഇന്നലെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ മേളിൽ വേറൊരു ശക്തി ഉണ്ടെങ്കിൽ അതിന് നോക്കാൻ എനിക്ക് തോന്നുന്ന ഈ പ്രപഞ്ച ശക്തിക്കത് എന്നുള്ള എല്ലാവിധ കഴിവുമുണ്ട് അതിനെ നേരിടാനാണെങ്കിലും. ഞാൻ ഒറ്റയ്ക്കാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി അത്രയും എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുമുണ്ട്. അത് എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഈ പ്രപഞ്ച ശക്തി എന്നെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശക്തി താങ്കൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? കാരണം താങ്കളുടെ എല്ലാ പടങ്ങളിലും ഇതേപോലെ PR വർക്കുകൾ നെഗറ്റീവിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു പ്രവണത കാണാറുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കത് ഇല്ല. അതുകൊണ്ട് എനിക്കത് ഇന്നതാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ഉണ്ട് എന്നുള്ള ഒരു
അതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ ശ്രദ്ധിച്ചോണ്ടല്ലേ, മീഡിയയിൽ അങ്ങനത്തെ കാണുന്നുണ്ട്. നിങ്ങൾ തോന്നിയോണ്ടല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ എനിക്കിത് തോന്നാണ്ടിരിക്കും. ഷൈനിന് ഭയമുണ്ട്. കാരണം പണ്ടൊന്നും ഷൈൻ ഇത്രയും പ്രതികരിക്കണമെന്നായിരുന്നില്ല. എല്ലാം ഒക്കെ പറഞ്ഞ് മൂന്ന് ആളായിരുന്നു. പിന്നെ ഷൈനിന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഷൈൻ്റെ സിനിമ വരുമ്പോൾ കാണാൻ ഷൈൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഇപ്പോൾ ഷൈൻ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ പോലും എൻ്റെ ഒരു എടുക്കാൻ ആളില്ല ഇൻഡസ്ട്രിയിൽ, ഒരു ഹെൽപ്പ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഷൈൻ ഭയക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയൂ. ഞാൻ ചോദിച്ചാണ്. ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാര്യം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മളിത് ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇത് നമ്മള് മറ്റേ വേറെ ആരെങ്കിലും കുറിച്ച് ചുമ്മാ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു സീനിലെ ആൾക്കാർ എന്നെ കാണുള്ളൂ. എനിക്ക് ഇതിനൊന്നും എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എനിക്കത് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. അതാണ് സിനിമകൾ വരുമ്പോൾ തന്നെ അതിനെ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്ത് പറയുകയും വേണ്ടി ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം വളരെ മോശമായ സിനിമയ്ക്ക് നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാർ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോശം പറയുന്ന കാരണം ഒരു കോമഡി പോലും കണ്ടിട്ട് ചിരിക്കാൻ പറ്റുന്ന സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് മോശം പറയുന്നത്. അപ്പൊ അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നിടത്ത് തന്നെ ഇല്ല അതിനുള്ള ഉത്തരം. അല്ല, നിങ്ങൾ പറയുമ്പോൾ മീഡിയാസിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുക ചില സമയത്ത്. ഒറ്റപ്പെട്ട കുറച്ച് മേഖലയിൽ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ പറയുന്ന പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ശരിക്കും റീച്ചിന് വേണ്ടി പറയുന്ന പോലെയായിട്ടാണ് തോന്നിയത്. റീച്ചിന് വേണ്ടി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയണം, അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പം നമ്മളൊരു ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും ഇതൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിൽ ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ ചിരിച്ചു എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ട് അല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കിയായിരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോകാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളെല്ലാ മീഡിയാസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറി മുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, അതൊന്നും നിങ്ങളായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ കണ്ടുപിടിക്കാൻ എടുക്കാനായിട്ടുള്ളവർ. നിങ്ങൾ എല്ലായിടത്തും പോകുന്നവരാണ്, എല്ലാവരെയും കാണുന്നവരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ ഉള്ളത് നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുക. മീഡിയയുടെ ഭാഗത്തു തന്നെയാണ്. മീഡിയ നിങ്ങൾ ഇത്രയും സജീവമായിട്ടുള്ളത് കൊണ്ടാണ് പല സിനിമകളെ കുറിച്ചും പലരും അറിയുന്നതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ചില അറിയില്ലാത്ത സിനിമകളെ കുറിച്ച് ആളുകളെ അറിയിക്കുന്നത് പോലും മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, ഒരു പബ്ലിസിറ്റി കുറവുണ്ടാകും. പക്ഷെ മീഡിയയുടെ ഒരു പ്രസൻസ് കൊണ്ട് അങ്ങനെ വിജയിച്ച പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയ എപ്പോഴും സപ്പോർട്ടീവാണ് സിനിമയ്ക്ക്. അപ്പോൾ ഈ ഷബ പറഞ്ഞ പോലെ ചിലർ വ്യക്തിവിരോധം കാരണം ചില ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഒരു സിനിമയോ ഒരു ഇൻഡസ്ട്രിയോ തകർക്കുന്ന രീതിക്കുള്ള പ്രതികരണങ്ങൾ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ ഇൻഡസ്ട്രി കുറച്ചും കൂടി നന്നായി പോകും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലാണ് മീഡിയയ്ക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദൃഢം സിനിമ തിയേറ്ററിൽ ഇപ്പോൾ റെസ്പോൺസ് ഇന്നലെ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് കണ്ട എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
പിന്നെ റിവ്യൂസിൽ പറഞ്ഞ മാതിരി കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. ഇപ്പം എല്ലാം തികഞ്ഞ സിനിമകളില്ല. ചില സിനിമകൾ നല്ലതായിട്ടും പരാജയപ്പെടുന്നുണ്ട്, ചില സിനിമകൾ മോശമായിട്ടും വിജയിക്കുന്നുണ്ട്. അതൊക്കെ ആ സിനിമയുടെ ഒരു ഫെയ്റ്റാണ്. അപ്പോൾ ആസ് ഇതിൻ്റെ ഒരു അണിയർ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല, ചെറിയൊരു പ്രോസസ്സിനെ സംബന്ധിച്ച് ആ ഒരു ക്യാരക്ടർ കിട്ടാന്ന് ചെറിയൊരു കാര്യമില്ല. മാം വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായി, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും ആ സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയുകയാണ്, നമ്മളെയൊക്കെ കൈപിടിച്ച് ഒരു ക്യാരക്ടറിന് ഇത് ഇവർ കൃഷ്ണപ്രഭ തന്നെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഇപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവും അവർ നല്ല ആർട്ടിസ്റ്റാണ്, അവർക്ക് നല്ല കൊടുക്കാം എന്ന് പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ദൃഢമായിട്ട് തന്നെ എന്നെ ഇവരെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞവരാരും ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് ജീത്തു സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഇവർ മാട്ടിനെ പോലുള്ള ഇവർ ഈ ഒരു ടീമുമാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും. ഇപ്പം ദിനേശ് ചേട്ടനൊക്കെ ഞങ്ങൾ ചാൻസ് ചോദിച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അതെ അതെ അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിനേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ അവർ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടി ഒരു 3-4 സീൻ, ചിലപ്പോൾ 10 സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സീനേ കാണത്തുള്ളൂ. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് സീൻസിലായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവും, ഇതിൻ്റെ എന്താണ് ഒരു റീസൺ എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് പോയി ഒരു സീനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, കാരണം ഞങ്ങൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നതാണ്. അപ്പോൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നവർക്ക് അതിൻ്റെ ഒരു സീനാണെങ്കിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. പറയുന്നവർക്ക് മാറിയുന്ന പല അഭിപ്രായങ്ങളും പറയാം. ഈ ഒരു സീനാണേലും ചെയ്ത് അത് ഫലിപ്പിക്കുക എന്നുള്ളതും അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ദയവീത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തു സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് റിക്വസ്റ്റ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥന. ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിലും അത്ര വിരളമല്ല. നമുക്ക് അങ്ങനത്തെ ആളുകളെ കണ്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് റെഫറൻസ് എടുക്കണമല്ലോ, ഇങ്ങനത്തെ ഒരു പോലീസിനെ എവിടെന്നെങ്കിലും കണ്ട്. അപ്പൊ റിയൽ ലൈഫിൽ അങ്ങനത്തെ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ റെഫറൻസ് പോയിന്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്, അതോ ഡയറക്ടർ തന്നെ എത്ര തന്നിരുന്നു? ഇതില് ക്യാരക്ടർ വൈസ് എനിക്ക് പറഞ്ഞാൽ സ്ക്രിപ്റ്റിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ആദ്യം പെരുമാറുന്നത്, പിന്നെ അയാളുടെ ചേഞ്ച് ഓവർ എങ്ങനെയാണെന്നെല്ലാം സ്ക്രിപ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടറും നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഏത് മൊമെന്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ വേണ്ടടുത്ത് മാറുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു രീതിയിലാണ് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തിരുന്നത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ ആക്ടറാണ്, അപ്പം റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പോലീസ് അല്ലെങ്കിൽ സുഹൃത്തുക്കളില്ല. നമ്മളിപ്പോൾ ഈ വഴിയിൽ കാണുന്ന പോലീസുകാരല്ലാതെ വേറെ എൻ്റെ ജീവിതത്തിൽ പോലീസുകാരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സിനിമകളിൽ കണ്ടേക്കുന്ന പോലീസുകാരായിരിക്കും പിന്നെ കൂടുതലുള്ളത്. ഇതൊരു റിയൽ ലൈഫ് റെഫറൻസ് ക്യാരക്ടർ ആണെന്ന് വെച്ചല്ല, പക്ഷെ ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും അനുയോജിതമായ ഒരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. എപ്പോഴും ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എടുക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിച്ചിരിക്കുമ്പോൾ താങ്കളുടെ പടങ്ങൾക്ക് നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് എന്നുള്ളൊരു ആസ്വാദനം കൂടിയാണ്, എന്റർടൈൻമെന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകൻ അത് എന്റർടൈൻമെന്റ് എന്നുള്ളത് മാറിയിട്ട് അതിനകത്ത് നിന്ന് ഇന്ന ഷോട്ട് ഇങ്ങനെ ആയിപ്പോയി, അവിടെ നിന്ന് ലൈറ്റ് വരുന്ന അവിടെ അത്ര പോരായിരുന്നു. കൂടുതൽ ജഡ്ജ്മെന്റിലാകുമ്പോഴേക്കും അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? കാണുന്ന പ്രേക്ഷകനെ ഇപ്പൊ തൃപ്തിപ്പെടുത്താൻ വളരെ സ്ട്രഗ്ലിംഗ് ആണെന്നുള്ളത് ഫീലിംഗ് ഉണ്ട്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സ്ട്രഗ്ലിംഗ് അല്ല,
അത് സ്ട്രഗിളിങ് അല്ല. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വൃത്തിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പറ്റും എന്നുള്ളതാണ്. ബാക്കി അതിൽ കവിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഇതിനെ കീറി മുറിക്കുന്നവർക്ക് അവരെ എനിക്ക് അറിഞ്ഞ തൃപ്തിപ്പെടുത്താൻ കുറച്ച് പാടായിരിക്കും എന്നുള്ളതാണ്. ഓഡിയൻസിന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദിക്കാൻ കാരണം ഇപ്പോഴും നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങി 2 ആഴ്ച കളക്ഷൻ റെക്കോർഡുകളും ഇതൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ബിസിനസ് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. സിനിമ ബിസിനസ് ഉള്ളതിലുപരി തിയേറ്ററിൽ ആളുകൾ വന്ന് ഇറങ്ങി പോകുന്നുണ്ടാകുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ഇപ്പം അതൊരു ശരിക്കും മിസ്സിംഗ് ആയിട്ട് ഇത് താരങ്ങൾ അല്ലെങ്കിൽ ഒരു ഇത്ര കോടി കളക്ട് ചെയ്തു ഒരു എല്ലാ ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് നമ്മൾ മാറി എന്തൊക്കെ ഒരു എന്താ പറയുക ബിസിനസ് ട്രാക്കിലേക്ക് മാത്രം ആയതുപോലെ ഒരു തോന്നൽ ശരിക്കും താങ്കൾ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെയല്ല, ഇപ്പൊ ഇതെല്ലാം എവിഡന്റ് ആണ്. പണ്ടും നമ്മളിത് ബിസിനസ് തന്നെയാണ്. ഇത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധോടല്ല നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കാം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. നമ്മൾ കൂടിപ്പോയി നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ സുഹൃത്തുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2-3 ദിവസത്തിൽ തന്നെ ഏകദേശം ഇതിന്റെ പ്രോഗ്രാം ഇങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ട് പറഞ്ഞു ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല, ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പൊ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായ ഒരു മാറ്റം. ബേസിക്കലി എനിക്ക് അറിയില്ല, അത് നല്ല കാര്യം തന്നെയാണ്. ഈ കാലത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, നമ്മൾ മാറുക എന്നുള്ളതാണ് എൻ്റെ ഇവിടെ. നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ ചെറുതിലെ ഇപ്പോൾ നല്ലൊരു സിനിമ വരുമ്പോൾ ഓക്കെ നല്ല നമ്മൾ കാണും, പിന്നെ കൂടിപ്പോയി ആ പ്രൊഡ്യൂസർ നല്ല പൈസ കിട്ടി കേട്ടോ എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ. ഞാൻ ഇതുപോലെ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ എന്നോടുള്ള ചോദ്യമാണെങ്കിലും ഞാൻ പറയും, സാധാരണക്കാരായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്ന എൻ്റെ അമ്മയെ, നമ്മുടെ എല്ലാവരുടെയും അമ്മമാരും ഒരിക്കലും എൻ്റെ അമ്മ പറയത്തില്ല ആ ഷോട്ട് അവിടെ നന്നായില്ല എന്നൊന്നും ഒരിക്കലും അമ്മ പറയത്തില്ല. ആ ക്യാമറ അവിടെ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നൊന്നും അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരോ ഒരുവിധപ്പെട്ടവരാരും പറയത്തില്ല. നമ്മൾ കുറച്ച് പേര് പറയുമായിരിക്കും ആ ഷോട്ട് അല്ലെങ്കിൽ അവിടെ ഡയലോഗ് അങ്ങനെ അങ്ങനെ ചില പറയുമായിരിക്കും. ഇപ്പൊ സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യർ അതെ അതെ. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ എല്ലാത്തിനും നമുക്കിപ്പോൾ ഈസി ആയിട്ട് വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ കുറച്ച് കീറുമുറുക്കലും കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ നോക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു എന്റർടൈൻമെന്റ് ആണ്, നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ചെറുതിൽ ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കാണുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും. നല്ല രസമായിരുന്നു അല്ലെ. ഇപ്പൊ തെങ്കാശിപ്പട്ടണമൊക്കെ പോലെയുള്ള പടമൊക്കെ കണ്ടിട്ട് എന്തൊരു ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അത് മതിയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കൃത്യമായിട്ടൊരു വേഷമുള്ളതല്ല, ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു. ലാസ്റ്റ് 3 സിനിമ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ സിനിമകളുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ വരട്ടെ എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഒരു സിനിമയുടെ കഥയും പ്രോജക്റ്റ് എന്താണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. നമുക്കിപ്പോൾ പൈസ മുടക്കുന്ന ഒരാളെക്കാൾ ഉപരി സിനിമയെ എന്താണ്, ഈ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും കൂടെ വരാം. അത് നമ്മളിലേക്ക് എത്താനാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ടാവും. പക്ഷെ ആ പ്രോജക്റ്റ് ആക്കാൻ, അതായത് നമ്മളൊരു കൃത്യമായ പ്രൊഡക്ഷൻ വേണം. ഇപ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റർ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റർ എന്നും പറഞ്ഞ് വന്നേക്കുന്ന ആൾക്കാർ ഞാൻ പിടിച്ച് എല്ലാം എനിക്ക് ലാസ്റ്റ് തലവേദനകളായി മാറിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല. നല്ല കറക്റ്റ് ബാനർ
കാര്യം പ്രോജക്റ്റ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ. അവര് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പടം എടുത്തു 4 ആളുടെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറയാനുള്ള അത്രയും ആഗ്രഹത്തിൽ മാത്രം വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സിനിമ എന്താ കുറച്ച് പൈസ, കുറെ അധികം പൈസയുടെ കൊടുത്ത് ചിലപ്പോൾ ഇവർ കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു സന്തോഷം തീർത്താത്തൊരു പരിപാടി ഇരിക്കുക. അത് അങ്ങനെ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചിലതിലേക്ക് ഞാൻ പാർട്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഈ സിനിമ മനസ്സിലാക്കുന്ന, സിനിമയോട് പാഷനായിട്ട് നിൽക്കുന്ന, ആ കഥ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന. ഇപ്പൊ എല്ലാ പടവും അത്യാവശ്യം ബഡ്ജറ്റ് തന്നെ ആവുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് എല്ലാ പടങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കറക്റ്റ് സ്ഥലത്താണോ, കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചാലഞ്ച്. അപ്പൊ ഇനി ബൾബി ആംബിയൻസ് പോലുള്ള ഇനി കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ, അതൊരു ട്രാക്ക് മാറ്റിയോ? അല്ല, അങ്ങനെ എല്ലാത്തരം പടങ്ങളും വേണം. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ ആക്ഷൻ ഓറിയന്റഡ് സിനിമ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തിയേറ്ററിൽ ഇപ്പൊ ഒരു നല്ലൊരു ത്രില്ലർ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തി അവസാനം കൊണ്ടുപോയി നമുക്കൊരു തിയേറ്ററിക്കൽ വാല്യൂ ഉള്ള ഒരു പരിപാടിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫൈനാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് ത്രില്ലർ. അതായത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തന്നെ പടമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കഥ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് വേറെ എലമെന്റ്സ് എന്നുള്ളതാണ്. അങ്ങനത്തെ സിനിമ ഒക്കെയാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി എടുത്താൽ അതിലും അത്യാവശ്യം ആക്ഷനും അല്ലെങ്കിൽ റൊമാൻസും സംഭവങ്ങളും പാട്ടും പരിപാടി നമുക്കൊരു ഇച്ചിരി ഓണായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് നമുക്ക് ഓക്കെയാണ്. അപ്പൊ ജോണർ എന്നുള്ളതല്ല, അതിൽ നമ്മൾ ഇടുന്ന എലമെന്റ്സിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഉറപ്പായിട്ടും നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക. അത് ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ കഥയിലെ നമ്മൾ എൻഗേജ് ചെയ്ത് പോകുന്ന ഒരു ത്രില്ലിങ് അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഫൺ അങ്ങനത്തെ ഒരു രീതിയിലാണെങ്കിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന പടങ്ങൾ. അതുണ്ട് ബ്രോ, അത് അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. സുഖമില്ലാതെ ഫൈറ്റ് പടങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മെനക്കേടാണ്. പടത്തിന്റെ ആളുകൾ തന്നെ ചെയ്യുന്നതാവും. പടം ഇറങ്ങുന്നതിന് മുമ്പ് അതിനൊരു ഹൈപ്പ് കൊടുക്കും. അത് മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ടാവാം, നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇന്ന ആളുടെ പടമാണ്, ഇന്ന സംഭവമായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഒരു വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നത് പലപ്പോഴും പല പടങ്ങൾക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ പടം കാണുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് ഇങ്ങനെ ഇല്ലല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതും ആവാം അതിൻ്റെയൊക്കെ കാരണങ്ങൾ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൈപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനൊരിത്. ആൾക്കാർ വരട്ടെ, പണ്ടത്തെ പോലെ പടം കാണട്ടെ, എന്നിട്ട് ജെന്യുനായിട്ട് അഭിപ്രായം പറയട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ ദൃഢത്തിനെ കുറിച്ച് അങ്ങനെ ആവശ്യമില്ലാത്ത തള്ളലുകളൊന്നും തള്ളിയിട്ടില്ലായിരുന്നു. കള്ളാമ്പത് നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ അതെ, ഒരു ലീഡ് ആർട്ടിസ്റ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ചേർന്നിട്ടാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരുടെയും അവരവരുടെ ഭാഗം കറക്റ്റായിട്ട് ചെയ്യുന്നു. നമ്മളത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാ പടങ്ങളും ചെയ്യുന്നത്. ഒരിക്കലും ഈ പടം കണ്ടിട്ട് ഇപ്പം വെറുത്തും അവനെ പ്രേക്ഷകരെ ഞാൻ വെറുപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ട് ആരും പടം ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് എന്താ പറയുക, നോൺസെൻസ് ഫിലിമിന്റെ ആൾക്കാർ പോലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു തവണ പ്രോഡക്റ്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസാണ്, അവരുടെ കയ്യിലാണ്, അവരാണ് പൈസ മുടക്കി തിയേറ്ററിൽ വന്ന് പടം കാണുന്നത്. അപ്പോൾ അവർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. കാണുക, എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞ പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. പടം കുറെ പേര് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പവർഫുൾ നായകന്റെ ഒരു പടമല്ല. അതായത് നിങ്ങൾ ഒന്ന് ഇത്രയൊക്കെ ചിന്തിച്ചാൽ മതി. പടത്തില് ഇപ്പൊ ഒരു SI ആവാനുള്ള മിനിമം പ്രായം എന്ന് പറഞ്ഞാൽ 21 വയസ്സാണ്. ഇപ്പൊ താല്പര്യം ഇല്ലാത്ത, അതായത് ഇപ്പൊ പടത്തിൽ തന്നെ ഡയലോഗുകളിൽ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വിജയ്ക്ക് SI ആവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് SI പവർഫുൾ ക്യാരക്ടറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്പോയിലറല്ല. അങ്ങനെ ഒരാള് SI ആയിട്ട് കയറുന്നു. അപ്പൊ ആ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പടത്തിലൂടെ ഒരു ക്യാരക്ടറോട് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഒരു പവർഫുൾ നായകനെ പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകരുത്, അതാണ് പറയാനുള്ളത്.
മെയിൻ പോയിന്റ് അവൻ പറഞ്ഞു. ഞാനും അതാ പറയാൻ ഉദ്ദേശിച്ചത്. കുറേ ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ട് കുറേ പേര്, ഈ പറഞ്ഞ പുതിയതായിട്ട് പോലീസിൽ കയറിയ ആൾക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ ഇവരെ നമ്മൾ ഡെയിലി കാണുന്നതാണ്. ഇവരുടെ ദിവസേന എങ്ങനെയാണ് അവരുടെ സംസാരം, നമ്മളെടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം. ആ ഒരു ക്യാരക്ടർ ഷെയ്ൻ ബ്രോ അത്രയും അടിപൊളിയായിട്ട്, ഞങ്ങൾ റൈറ്റേഴ്സിൻ്റെ പ്രകാരം അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ ക്യാരക്ടർ. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ, പക്ഷെ ഇങ്ങനെ ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ചോദിച്ചില്ല കണ്ടിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരുടെ സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക്, ഇത് സ്പോയിലർ അല്ല, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കൊലപാതകം കേസ് ഹാൻഡിൽ ചെയ്യേണ്ട വരുമ്പോഴുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, പ്രഷർ ഉണ്ട്. ആ ക്യാരക്ടർ ട്രാവൽ ആവുന്ന ഒരു ട്രാക്ക് ഉണ്ട്. അതാണ് ഈ കഥയുടെ കോർ. അതിൽ ലാൻഡ് ആവുന്ന ഒരു നല്ല ക്ലൈമാക്സും ഉണ്ട്. ഇതാണ് ഈ കഥ. അതല്ലാതെ കുറേ റിവ്യൂസ് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര അമച്ചറായി പോയി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ആരൊക്കെയോ എന്താണെന്ന് മനസ്സിലാകാതെ സംസാരിക്കും. ക്യാരക്ടറാണ്, അതാണ് ആ ക്യാരക്ടർ. അത് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് പടം കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. 26-ാമത്തെ വയസ്സിൽ 27 വയസ്സിലൊക്കെ SI ആയ ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെയാണ് നമ്മളിതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടറുടെ ട്രാവലും ശേഷം നമ്മൾ റോഡിൽ കാണുന്നുണ്ട്. അവിടെ പറയാം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മളെ തട്ടുന്ന പോലീസുകാരിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവലാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിച്ചത്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഷെയ്ൻ ബ്രോ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസം പടം കണ്ട ഞങ്ങൾക്കും ഉണ്ട്. അപ്പം നിങ്ങൾ കാണുമ്പോൾ അത് കൂടി മനസ്സിൽ വെച്ച് കാണാൻ ശ്രമിക്കുക.